നിങ്ങൾ എണ്ണം പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ നല്ലൊരു ഭൂരിപക്ഷം കിട്ടുന്നൊരു സംശയവുമില്ല. ഞാൻ തന്നെ 21-ാം തീയതി മുതൽ പ്രചരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 48 സ്ഥാനാർത്ഥികളായി തോന്നുന്നു. ഞങ്ങളുടെ കണക്ക് പ്രകാരം നല്ലൊരു ഒരു ഭൂരിപക്ഷം കിട്ടും. നമ്മൾക്കറിയാം, ഒന്നും എളുപ്പത്തെടുക്കരുത്. അവസാനത്തെ ഒരാഴ്ച നമ്മളെല്ലാവരുടെയും ഇറങ്ങുന്നുണ്ട്. ഞങ്ങളുടെ സന്ദേശം ജനങ്ങളുടെ അടുത്ത് എത്തിക്കാനാണ് ഞങ്ങളുടെ പ്രാധാന്യപ്പെട്ട ഒരു ചിന്ത. ഇവിടെ ശ്രീ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, പക്ഷേ ചില ഭാഗത്ത് ഞങ്ങൾക്ക് പുതുമുഖങ്ങളാണ് സ്ഥാനാർത്ഥികളായി വന്നിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് കൂടുതൽ സമയം തന്നിട്ടില്ല. അപ്പോൾ അവരെ പരിചയപ്പെടുത്താനും അവരുടെ ഈ ലോക്കൽ ബന്ധങ്ങൾ സ്ഥാപിക്കാനും കുറച്ചും കൂടി ഞങ്ങൾ ശ്രമം എടുക്കുന്നുണ്ട്. എല്ലാവരുടെയും നമ്മൾക്ക് സമയം കിട്ടിയത് മതിയാവുമെന്നും പറയില്ലെങ്കിലും കൂടി എനിക്ക് ഒരു സംശയവുമില്ല, ഒരു വിഹാരം ഞങ്ങളുടെ പുറകെയുണ്ട്. ഒരു ട്രെൻഡ് UDFൻ്റെ അനുകൂലം തന്നെയാണ്. ജനങ്ങൾ മനസ്സിലാക്കിയ ഒരു മാറ്റത്തിൻ്റെ ഒരു സമയം വന്നിട്ടുണ്ട്. ആ മാറ്റം ഞങ്ങൾക്ക് തന്നെ അനുകൂലമാണ്. നോക്കൂ, അതല്ല അങ്ങനെ പറയുകയാണെങ്കിൽ അത് ആരും വിശ്വസിക്കില്ല. കാരണം എല്ലാവരോടും ചോദിച്ചോളൂ, നാട്ടുകാരോട് നിങ്ങളെല്ലാവരും ചോദിക്കുന്നവരാണല്ലോ ഭരണവിരുദ്ധ ഒരു വിഹാരം ഇല്ലയെന്ന്. പക്ഷെ അവർ പറയണത് അവരുടെ ലക്ഷ്യം എന്താണ്, അവർ ശ്രമിക്കണത് അത് MLA-മാർക്ക് എല്ലാവരും ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ MLA-മാരുടെ വിരുദ്ധം വോട്ടുണ്ടാവില്ല. പക്ഷെ ആൾക്കാർക്കറിയാം, ഞങ്ങൾ പറയണത് നിങ്ങളുടെ MLA നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടാലും അവർ ഈ 10 വർഷക്കാലം ഈ സർക്കാരിനെയല്ല പിന്തുണ കൊടുത്തിരിക്കണം. ഈ സർക്കാർ വഴിക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? അവർ വികസനം ചൂണ്ടിക്കാണിക്കും കൂടി കേന്ദ്രം കൊണ്ടുവന്ന ഹൈവേസാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവരെന്താ ചെയ്തിരിക്കുന്നത് നാട്ടിന് വേണ്ടിയിട്ട്? കടം നമ്മുടെ കൂട്ടി കൊണ്ടുപോകാതെ മാത്രമല്ല ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ജനങ്ങൾ ഇതിനെക്കുറിച്ച് കുറച്ച് ഞങ്ങളെ ഒന്ന് കേട്ട് സംസാരിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളൊപ്പം തന്നെ വരാൻ പോകും. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ഏത് വ്യക്തിയെക്കുറിച്ചും ഞാൻ എൻ്റെ രാഷ്ട്രം ചെയ്തിട്ടില്ല. ഞാൻ ആരെയും ആക്ഷേപിച്ചിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ശരിക്കും ജനങ്ങൾക്കതെ വികസനവും ജനങ്ങളുടെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ മുഖം കണ്ടിട്ടില്ല വോട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ വല്ല മെച്ചം വന്നുവോ? നിങ്ങൾക്ക് എന്താ ഈ ഇലക്ഷന് മുമ്പ് പെട്ടെന്ന് പെൻഷൻ കിട്ടാൻ തുടങ്ങിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുമോ? 10 വർഷം എന്താ നിങ്ങൾ അനുഭവിച്ച്? അതൊക്കെ ആലോചിക്കണം. ആൾക്കാർക്ക് നമ്മൾ മലയാളികൾ പഠിപ്പും മറുവും ഉള്ള ആൾക്കാരാണല്ലോ. അവരെങ്ങനെ എളുപ്പത്തിലെടുക്കരുത്, അവരെ ഫൂൾ ചെയ്യരുത്. നമ്മൾ നേരിട്ട് പറയാം, ഇത് വ്യക്തികളുടെ പ്രശ്നമല്ല, വിഷയങ്ങളുടെ പ്രശ്നമാണ്. ഞങ്ങളുടെ മൂല്യങ്ങൾ, ഞങ്ങളുടെ വികസനങ്ങൾ, ശ്രീ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള അനുഭവമുള്ള നേതാക്കൾ, അതിനൊപ്പം ചില യുവ തലമുറയുടെ പ്രതിനിധികൾ രണ്ടും കൂടി ഒരുമിച്ച് വന്നിട്ട് ഒരു മെച്ചപ്പെട്ട ഒരു പുതു കേരളം ഉണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.